ആത്മബന്ധു. ഈ പ്രഭാതം നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ, ഒരു ദിവസം നമുക്കായി കാത്തിരിക്കുമ്പോൾ, ഉണർന്ന് ഉന്മേഷത്തോടുകൂടി നമുക്ക് ഈ ദിവസത്തെ വരവേൽക്കാം. ജീവിതത്തിൽ ഒരു ദിവസം എല്ലാവർക്കും വരും എന്ന് പണ്ടുള്ളവർ പറയുമല്ലേ? എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. അതെ, ഒരു പക്ഷേ ആ ദിവസം ഇന്നായിരിക്കില്ലേ? ഓർത്തു നോക്കൂ, ഈ ദിവസം നമ്മളുടേതായിരിക്കും. ഇതുപോലെ ചില ദിവസങ്ങൾ, വ്യത്യസ്തമായ ചില ദിവസങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. പണ്ട് സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന രണ്ട് കുട്ടികൾ, കൃഷ്ണനും സുധാമനും. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു, കളിച്ചു വളർന്നു. ഒളിച്ചു കളിക്കുന്ന നേരത്ത് പലപ്പോഴും ഭഗവാന്റെ സാന്നിധ്യത്തെ ഏറ്റവും അടുത്ത സുഹൃത്തായി സുധാമൻ മനസ്സിലാക്കി. ആ ചൈതന്യത്തെ അറിഞ്ഞു. പക്ഷേ അവരേറ്റവും നന്നായി സ്നേഹിച്ചു. ഒരാൾ ഈശ്വരനും മറ്റേയാൾ മനുഷ്യനുമാണെന്ന് കരുതിയല്ല, രണ്ടുപേരും ഒരേപോലെ സന്ദീപനിയുടെ ശിഷ്യരാണെന്ന് കരുതി സ്നേഹിച്ചു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. ഒരാൾ ദ്വാരകയിലെ രാജാവായി, മറ്റേയാളോ അന്നന്നത്തെ അഷ്ടിക്ക് വകയില്ലാത്ത ഒരു ബ്രാഹ്മണനും. എന്നും ദാരിദ്ര്യം മാത്രം. പക്ഷേ കുറേയേറെ മക്കൾ. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുമ്പോൾ, അവരുടെ കളികൾ കാണുമ്പോൾ സന്തോഷമുണ്ടാകാറുണ്ട്. എങ്കിലും ഈ വയറുകൾ എങ്ങനെ നിറയ്ക്കും, അവരുടെ വിശപ്പ് എങ്ങനെ ആറ്റും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ കഴിച്ചുകൂട്ടിയ എത്രയോ രാത്രികൾ, എത്രയോ ദിവസങ്ങൾ അതങ്ങനെ കടന്നുപോയി. പക്ഷേ ഒരു പ്രഭാതത്തിലാണ് സുധാമന് തോന്നുന്നത്, എന്തുകൊണ്ട് കൃഷ്ണനെ ഒന്ന് പോയി കണ്ടുകൂടാ? ചിലപ്പോൾ ആ സുഹൃത്തിന് എൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാലോ? ആ രാജാവ് എന്നെ സഹായിച്ചാലോ? ഈ അവസ്ഥ ഞാൻ വേറെ ആരോട് പോയി പറയാനാണ്? അതായിരുന്നു സുധാമന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകാം എന്ന് തീരുമാനിച്ച ദിവസം. ആ തീരുമാനം കേട്ട ഉടനെ തന്നെ ഭാര്യയും ഒപ്പം നിന്നു. അയൽപ്പക്കത്തൊക്കെ പോയി എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് നോക്കി. കിട്ടിയ ഒരല്പം അവില്, അതിൽ കല്ലും മണ്ണും ഒക്കെ ധാരാളം ഉണ്ടായി. എന്നിട്ട് പോലും അതൊന്നെടുത്ത് ഒന്ന് വൃത്തിയാക്കി പൊതിഞ്ഞു കെട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു ആ ഭാര്യ. അവർക്കുമറിയാം, ഭർത്താവിൻ്റെ ഈ യാത്ര തീർച്ചയായിട്ടും നല്ലത് മാത്രം കൊണ്ടുവരുമെന്ന്. അന്ന് ആ തീരുമാനത്തോടുകൂടി പോയ സുധാമൻ ദ്വാരകയിലെ കൊട്ടാരവാതിൽക്കൽ നിൽക്കുമ്പോൾ, ആ ഗോപുരവാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരാത്മവിശ്വാസവും ഉണ്ടായില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ തിരിച്ചറിയുമോ എന്ന് പോലും സുധാമൻ ഉറപ്പുണ്ടായില്ല. പക്ഷേ ഭഗവാൻ കണ്ടു. സ്നേഹത്തോടു കൂടി ഓടി വന്ന് ആലിംഗനം ചെയ്തു. ഒപ്പം കൂട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി തൻ്റെ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി പാദസേവ ചെയ്തു. പിന്നെയോ കൊണ്ടുവന്ന ആ അവിൽപ്പൊതി സന്തോഷത്തോടെ വാരിയുണ്ടു. ഓരോ തവണ ആ അവിൽപ്പൊതി ഭഗവാൻ ഭക്ഷിക്കുമ്പോഴും സുധാമന് വേണ്ടതെന്ത് എന്നറിഞ്ഞു നൽകുകയായിരുന്നു ഭഗവാൻ. സുധാമനോ ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. തൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ മറന്നുപോയി. കാരണം ഭഗവാനെ കണ്ട ആനന്ദം, ആ സൗഹൃദത്തിൻ്റെ മുഴുവൻ സന്തോഷങ്ങളും പങ്കുവെച്ച് ഒന്നും പറയാതെ സുധാമൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പക്ഷെ തിരികെ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച, തനിക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ തൻ്റെ ചങ്ങാതി താൻ പറയാതെ തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ്. ഇതുപോലെയാണ് നമ്മളുടെയും ഒരു വിശേഷ ദിവസം. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും, തളർന്നുപോയി, പരാജയപ്പെട്ടു, ഇനി ഒരു വഴിയും മുന്നിലേക്കില്ല എന്നൊക്കെ. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഒരു പ്രത്യാശ ഒരിക്കൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് നമ്മുടെ ദിവസം. അന്ന് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഇതുവരെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിൽ നിന്ന് വാരിക്കൂട്ടിയതൊക്കെ പറക്കി കെട്ടി ഒരവിൽപ്പൊതിയാക്കി ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു നോക്കൂ. ആ പരബ്രഹ്മത്തിങ്കിൽ സമർപ്പിച്ചു നോക്കൂ. നമ്മളെ സംരക്ഷിക്കുവാൻ ഒരാത്മശക്തി നമ്മളോടൊപ്പമുണ്ട് എന്ന്, നമ്മുടെ ആ ഉറ്റ ചങ്ങാതി നമ്മളോടൊപ്പമുണ്ട് എന്ന് വിചാരിച്ചു നോക്കൂ. ആ അവിൽപ്പൊതിയുമായി ഒരു യാത്ര പോകാൻ,
ആ ഗോപുരവാതിൽക്കൽ ചെന്ന് നിൽക്കാൻ ഒന്ന് ധൈര്യം കാണിച്ചു നോക്കൂ. ഇറങ്ങി വരും ആ ചങ്ങാതി. ആ വാതിലുകൾ എന്നും തുറന്നു തന്നെ കിടക്കും. ജീവിതത്തിലും അതുപോലെ വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ വിജയത്തിലേക്ക് നയിക്കുവാൻ, നമുക്ക് വേണ്ടതെന്ത് എന്ന് നമ്മൾ പറയാതെ തന്നെ അറിയുവാൻ ആ ആത്മശക്തി നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിനായി തയ്യാറാവുക. ആത്മബന്ധു, സുധാമന് ലഭിച്ചതുപോലെ ഒരു ദിവസമായിക്കൂടെ ഇന്നത്തെ ദിവസം? അതായിരിക്കില്ലേ ഇന്ന് ഈ സൂര്യദേവൻ വന്നതിനു പിന്നിലെ ഉദ്ദേശം? ഈ ദിവസം നമുക്കായി പദ്ധതിയിട്ടതാണെങ്കിലോ? അവൽപ്പുതി തയ്യാറാക്കൂ. നമുക്ക് പോകാം ആ ഗോപുരവാതിലേക്ക്. ഈ ദിവസം ഏറ്റവും ശുഭകരമായത് സംഭവിക്കും എന്നുറപ്പിക്കൂ. ഈ ദിവസം നമുക്ക് വേണ്ടി തീരുമാനിക്കപ്പെട്ടതാണ് എങ്കിൽ നമ്മൾ ഉണരണ്ടേ? ഉന്മേഷത്തോടു കൂടി ദിവസത്തെ വരവേൽക്കണ്ടേ? അതിനായി ഈ പ്രഭാതത്തിൽ തേജസ്സുറ്റവരാവുക. സുധാമനും കൃഷ്ണനും ഒരുമിച്ച് കളിച്ച ആ ആശ്രമഭൂമി നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാണ് എന്നറിയുക. ആ സ്വസ്ഥ ഭൂമിയിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിശ്വാസങ്ങളുമാണ് ഒരുമിച്ച് കളിക്കുന്നതെന്നറിയുക. ആ ചിന്തകൾ സുധാമൻ്റേതുപോലെ തെളിവുള്ളതാകുന്ന ദിവസം, എന്നിലെ ആ വിശ്വാസം, എന്നിലെ ആത്മശക്തി എന്നെ കാക്കും എന്നുറപ്പിക്കുന്ന ദിവസം നമുക്കായി തീരുമാനിക്കപ്പെട്ട ദിവസമാണ്. എല്ലാ യാതനകളെയും മറികടക്കുവാൻ നമുക്കൊരു വഴി തെളിയും. എല്ലാ പരാജയപ്പെടലുകളും വിജയത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വാതിൽ തുറക്കുക തന്നെ ചെയ്യും. ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. അതെ, അത് സാധിക്കും. ആ ദിവസം ഇന്നാണ്. ഇന്ന് ഞാൻ ഉണർന്നാൽ, ഇന്ന് ഞാൻ അതിനു വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്താൽ, ഇന്ന് ഞാൻ ശുഭപ്രതീക്ഷയോടുകൂടി ജീവിച്ചാൽ, ഇന്ന് ഞാൻ എൻ്റെ അവസരങ്ങൾക്ക് നേരെ കണ്ണു തുറന്നാൽ, തീർച്ചയായിട്ടും ആ ഗോപുരവാതിൽക്കൽ വാതിൽ തുറന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നരികിലേക്കെത്തും. എന്നെ ആ 2 കൈകൾ കൊണ്ടും പൊതിഞ്ഞു ചേർത്ത് പിടിക്കും. ഞാൻ പറയാതെ എനിക്ക് വേണ്ടതെല്ലാം നൽകും. ഹരേ കൃഷ്ണ. ഈ ദിവസം നമുക്ക് ആ കൃഷ്ണ സാന്നിധ്യത്താൽ നിറയ്ക്കാം. ഈ പ്രഭാതം നമുക്ക് സുധാമൻ എന്ന ഭക്തിഭാവത്തിൽ നിന്ന് ഒരവിൽപ്പൊതി സുഹൃത്തിന് നൽകിക്കൊണ്ട് സർവ്വതും നേടിയെടുക്കുവാനായ ആ ഭക്തവത്സലൻ്റെ ഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട്, ഭക്തവത്സലനായ ഭഗവാന്റെ ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ആത്മബന്ധു, ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ.